എം.എ. യൂസഫ് അലിയെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ലോക കോടീശ്വരന്മാരിൽ തന്നെ ഒരാളാണ് അദ്ദേഹം. ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയായി മാറിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ബിസിനസ്സുകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയാണ് എം.എ. യൂസഫ് അലി. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ കേൾക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന യൂസഫ് അലിയുടെ കുടുംബവിശേഷം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകളായ ഷിഫ യൂസഫ്. ഷാബിറയാണ് യൂസഫ് അലിയുടെ നല്ല പാതി. 3 പെൺമക്കളാണ് ഇവർക്കുള്ളത്. ഡോക്ടറായ ഷെബീനയാണ് യൂസഫ് അലിയുടെ മൂത്ത മകൾ. പ്രശസ്തനായ ഡോക്ടർ ഷംഷീർ വയലിലാണ് ഷെബീനയുടെ ഭർത്താവ്. ഇവർക്ക് 4 മക്കളാണുള്ളത്. യൂസഫ് അലിയുടെ രണ്ടാമത്തെ മകളാണ് ഷെഫീന. ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ് ഷെഫീനയും. ആദിബ് അഹമ്മദാണ് ഷെഫീനയുടെ ഭർത്താവ്. ഇവർക്കും 4 മക്കളാണുള്ളത്. യൂസഫ് അലിയുടെ ഇളയ മകളാണ് ഷിഫ യൂസഫ് അലി. ഇപ്പോഴും യൂസഫ് അലിയുടെ ചെല്ലക്കുട്ടിയാണ് ഷിഫ. ബിസിനസ് മേഖലയിൽ തന്നെയാണ് ഷിഫയും തിളങ്ങി നിൽക്കുന്നത്. IT രംഗത്തെ പ്രമുഖനായ ഷെറൂൺ ഷംസുദ്ദീനാണ് ഷിഫയുടെ ഭർത്താവ്. ഇവർക്ക് 3 മക്കളാണുള്ളത്. പപ്പയും ഉമ്മയും വീട്ടിലെ ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു പരിധിയും വെച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടും കരുണയോടും പെരുമാറുന്ന പപ്പയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കാണാറുള്ളതെന്നാണ് ഷിഫ പറയുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ആത്മീയതയും വിനയവും സത്യസന്ധതയും എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണമെന്നാണ് പപ്പ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രമാണ് പപ്പയ്ക്ക് നിർബന്ധമുള്ളത്. അത് മക്കൾ എല്ലാവരും മലയാളം പഠിച്ചിരിക്കണമെന്ന കാര്യത്തിലാണ്. പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. അതാണ് മറ്റൊരു നിർബന്ധം. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നത്. പപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയതെന്ന് നന്നായി ഞങ്ങൾക്കറിയാം. ഞാൻ ജനിക്കുന്ന കാലത്ത് ഞങ്ങളുടെ താമസം 2 കിടപ്പുമുറികൾ മാത്രമുള്ള ഒരു ഫ്ളാറ്റിലായിരുന്നു. പിന്നീട് 4 കിടപ്പുമുറിയുള്ള ഒരു വില്ലയിലേക്ക് മാറി. അത്തരം സാഹചര്യങ്ങളിലൂടെ വളർന്നതുകൊണ്ട് ഞങ്ങൾ വിനയം എന്താണെന്ന് പഠിച്ചു. എളിമ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഉമ്മയെ നോക്കിയാൽ മതി. ഞങ്ങളെ എളിമയുള്ളവരാക്കി വളർത്തിയതും ഉമ്മ തന്നെയാണ്. എത്രയോ വലിയ രീതിയിൽ ജീവിച്ചാലും ആരും ഒന്നും പറയില്ല. പക്ഷേ ഉമ്മയ്ക്ക് ഇപ്പോഴും ആ പഴയ പടിയിൽ നിന്നും വിട്ട് ആർഭാടത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സെല്ലാം ഇപ്പോഴും കഴുകുന്നത് ഉമ്മ തന്നെയാണ്. പപ്പയ്ക്ക് ടൈ കെട്ടിക്കൊടുക്കുന്നത് പോലും ഇപ്പോഴും ഉമ്മ തന്നെയാണ്. ഫാഷൻ കാര്യങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല. ഇപ്പോഴും ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നത് പോലും ഉമ്മ തന്നെയാണ്. സിനിമകളൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ റംസാൻ കാലത്ത് സിനിമ കാണരുതെന്ന് കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ പഠിപ്പിച്ചത് പപ്പയാണ്. അത് ഇപ്പോഴും ഞങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഷിഫ പറയുന്നു.